വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ വന്ന് അർജുനോടും ശാലിനിയോടും സംസാരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി തലയിടിച്ച് വീണെന്നല്ലേ പറഞ്ഞത്, അതിനുശേഷം ഉരുണ്ട് താഴേക്ക് വീണ് പലതവണ തല കല്ലിലേക്ക് ഇടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തോന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത തെല്ലൊന്ന് പരിഭ്രമിക്കുന്നുണ്ട്. ശാലിനിയും അർജുനും അങ്ങ് അന്തം വിട്ട് നിൽക്കുമ്പോൾ സുസ്മിത പെട്ടെന്ന് അങ്ങ് പറയുകയാണ്, ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല, വീണിടത്ത് തന്നെ കിടക്കുകയായിരുന്നു എന്ന്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ആ ഒരൊറ്റ ഇടിയുടെ ആഘാതമല്ല തലച്ചോറിലുണ്ടായിരിക്കും, തല പലതവണ കല്ലിലേക്ക് ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്, വലിയ അപകടമാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ എന്ന് വീണ്ടും ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് നിങ്ങളോട് പറയാനായിട്ട് വിഷമമുണ്ട്, ഇപ്പോഴൊരു കോമ അവസ്ഥയിലാണ് പ്രീതി, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ശാലിനിയും അർജുനും ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തലച്ചോറിനെ മാത്രമല്ല ആ ഇടിയുടെ ആഘാതങ്ങൾ നാഡീവ്യൂഹത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നങ്ങ് ഡോക്ടർ പറയുകയാണ്. തുടർന്ന് എങ്ങനെയെങ്കിലും പ്രീതിയെ രക്ഷപ്പെടുത്തണം, ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ, പാല് കുടിക്കുന്ന പ്രായമാണ്, അത് മാറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് മലമ്പ്രദേശത്തുള്ള ചെറിയ അസുഖങ്ങളൊക്കെ മാറ്റുന്ന ഒരു ക്ലിനിക്കാണ്, ഇവിടെ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, സിറ്റിയിലെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്, അത് എത്രയും പെട്ടെന്ന് വേണം, വൈകിപ്പിക്കരുത് എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. തുടർന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നും പറഞ്ഞ് ശാലിനി ആകെ കരച്ചിലാണ്. അർജുനാണെങ്കിൽ നിശ്ചലമായിട്ട് തന്നെ നിൽക്കുകയാണ്, കണ്ണീരൊക്കെ വരുന്നുണ്ട്. പ്രീതിയുടെ അവസ്ഥ ചെയ്തിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞാൽ കുഞ്ഞിനെയും പിടിച്ച് അങ്ങനെ അർജുൻ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും കരഞ്ഞ് ഇങ്ങനെ പറയുകയാണ്, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും പ്രീതിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് തലയിലേക്ക് കൈവച്ചങ്ങ് അടിച്ചങ്ങ് കരയുകയാണ്. അതേസമയം സുസ്മിത കരുതുകയാണ്, ചെയ്യേണ്ടതൊക്കെ നീ എന്ത് ചെയ്തെന്നാടി, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ യന്ത്രം മാറ്റിയ കാര്യങ്ങളും പ്രീതിയെ തലയിടിച്ച കാര്യങ്ങളും രോഹിത്തിനെ തള്ളിയിട്ട കാര്യങ്ങളും ഒക്കെ അങ്ങ് സുസ്മിത ഓർക്കുകയാണ്. ഇതേസമയം കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അർജുനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. തുടർന്ന് ശാലിനിയിൽ നിന്ന് ഇങ്ങനെ സങ്കടത്തോടെ വിളിക്കുമ്പോൾ മോളെ ഇങ്ങ് താന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. ഒരു ഉറുമ്പിനെ പോലും നോക്കാത്ത പ്രീതിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഈ കുഞ്ഞ് എന്ത് പാപം ചെയ്തു എന്നും പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അർജുൻ അങ്ങ് കരയുകയാണ്, രണ്ട് കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ പ്രീതിക്ക് ഒന്നും സംഭവിക്കില്ല, വിഷ്ണുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, നമുക്ക് ഈ നശിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുപോയാലും എൻ്റെ പ്രീതിയെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വിഷ്ണുവിനെ വിളിക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നടന്നത് തന്നെയെന്നൊക്കെ അങ്ങ് മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ് സുസ്മിത. ശാലിനിയുടെ സങ്കടവും അർജുൻ്റെ സങ്കടവും കണ്ടിട്ടാണെങ്കിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരാകപ്പാടെ ഒരു പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് വരുന്ന അർജുനാണെങ്കിൽ പ്രീതിയുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങ് വിങ്ങിപ്പൊട്ടി അങ്ങ് കരയുകയാണ്. പ്രീതിയുടെ കൈ പിടിക്കുകയും തലയിൽ തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീതിയുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ, പഴയ നിമിഷങ്ങളൊക്കെ ഓർത്തങ്ങ് കരയുകയാണ്. തുടർന്ന് ആ നിലത്ത് തന്നെ ഇരുന്ന തലയിൽ കൈവച്ചങ്ങ് കരയുകയാണ് അർജുൻ. ഇതേസമയം രോഹിത്തിനെ അന്വേഷിച്ച് നടക്കുന്ന വിഷ്ണു വീണ്ടും ആ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് ആളിനെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞൊരു ഷൂ എടുത്ത് കാണിച്ചിട്ട് ഇത് കാണാതായ ആളിൻ്റെ ആണോ എന്ന് നോക്ക് എന്ന് പറയുകയാണ്. തുടർന്ന് ആ ഷൂ നോക്കുമ്പോൾ രോഹിത്ത് മുന്നേ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സീൻ ഓർമ്മിക്കുന്നുണ്ട്. തുടർന്ന് അതേന്ന് അങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ്. തുടർന്ന് പോലീസ് പറയുന്നുണ്ട്, സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, താഴെ വീഴുമ്പോഴേ ആളിൻ്റെ കാര്യം ഒരു തീരുമാനമാകും, 10,000-ഓളം അടി താഴ്ചയുള്ള അടിവാരമാണ്, തടഞ്ഞു നിർക്കാനായിട്ട് ഒരു ചുള്ളി കമ്പ് പോലും ഇല്ല. പിന്നെ താഴെ ആ സ്ഥലമെന്ന് പറയുന്നത് നരഭോജികളായ കടുവകളുടെയും മതമിളകിയ ആനകളുടെയും വിഹാര കേന്ദ്രമാണ്. പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് പോലും മതിയായ സന്നാഹങ്ങളില്ലാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരുക പ്രയാസമാണ്, പിന്നെ അല്ലേ ഇങ്ങനെ വീഴുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷ്ണു അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അകന്തം വിട്ട് വിഷ്ണു നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, സാറിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷെ സത്യം അംഗീകരിച്ചേ മതിയാകൂ, 99% പേരുടെയും കാര്യമാണ് പറഞ്ഞത്, സാറിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയുള്ള തിരച്ചിൽ എന്തായാലും നമ്മൾ മുടക്കിയിട്ടില്ല, ഇനിയും തുടരും എന്ന് പറയുകയാണ്. അന്നേരം എന്തായാലും നോക്ക് സാറേ എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് വിഷ്ണു അവരുടെ അടുത്തുനിന്ന് അങ്ങ് പോവുകയാണ്.
തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി വരികയാണ്. പ്രീതി അങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥ ശാലിനിക്കും വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. തുടർന്ന് ശാലിനി തൻ്റെ മനസ്സിനെ അത് അംഗീകരിക്കുന്നുമില്ല. ശാലിനി അങ്ങ് പ്രീതിയെ ഉണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും പറയുന്നു കോമാവസ്ഥയിലാണെന്ന്, നീ അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മൾ ഒരുപാട് കളികളൊക്കെ കളിച്ചിട്ടുള്ളതല്ലേ, ഇനിയും അങ്ങനെ തന്നെ വേണം, എഴുന്നേൽക്ക് പ്രീതി, എഴുന്നേൽക്ക് പ്രീതി എന്നും പറഞ്ഞ് ആകെ അങ്ങ് ബഹളം വെച്ച് പ്രീതി അങ്ങ് കുലുക്കി വിളിക്കുകയാണ്. നേരം കുഞ്ഞ് കിടന്നങ്ങ് കരയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ദേ നിൻ്റെ കുഞ്ഞിനെ നോക്ക്, പാറുകുട്ടിയെ നോക്ക്, സ്നേഹത്തോടെ ഒരു വിളി നിൻ്റെ സ്ഥാനത്ത് നിന്ന് ഉണ്ടാകില്ല എന്നറിയുമ്പോൾ മോള് വിഷമിക്കില്ലേ, വിളിക്ക് വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും പ്രീതിയുടെ അടുത്തേക്ക് കിടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രീതിയാണെങ്കിൽ ഉണരുന്നില്ല. ശാലിനി അങ്ങ് ആകെ ബഹളമാണ്. ഉണര് പ്രീതി, ഉണര് പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയെ കുലുക്കി കുലുക്കി അങ്ങ് വിളിക്കുകയാണ്. ആ സത്യം അംഗീകരിക്കാനായിട്ട് ശാലിനിയുടെ മനസ്സ് അന്നേരവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ സീനിൽ കാണിക്കുന്നത്. ഇതേസമയം വിഷ്ണു തിരികെ ആ ഹോസ്പിറ്റലിലേക്ക് കാറിൽ പോവുകയാണ്. ആ ഷൂവും കൊണ്ടാണ് പോകുന്നത്. ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണു ആ കാറിലിരുന്ന് ആ ഷൂ എടുത്ത ശേഷം രോഹിത് സുസ്മിതയോടൊപ്പം നടന്നു പോകുന്നതും ചിരിച്ച് തമാശ പറയുന്നതും ഒരു പാറപ്പുറത്തിരുന്ന ശേഷം ആ ഷൂ ലേസ് കെട്ടുന്നതും ഒക്കെ അങ്ങ് ഓർത്ത് സങ്കടപ്പെടുകയാണ്. തുടർന്ന് വിഷ്ണു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അന്നേരം എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്, മോളെ പ്രീതി എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രീതി ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും അങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് ഞാൻ ഈ കേട്ടത് സത്യമാണോ ശാലിനി എന്ന് ചോദിക്കുമ്പോൾ കരയുക മാത്രമാണ് ശാലിനി ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ എന്തായി പറയുന്നത്, അങ്ങനെയൊന്നും എൻ്റെ മോൾക്ക് സംഭവിക്കില്ല, കുട്ടിക്കാലത്ത് ഈ എൻ്റെ കൈവിരലുകളിൽ തൂങ്ങിയാണ് ഇവൾ നടന്നിട്ടുള്ളത്, വീഴാൻ പോകുമ്പോൾ ഈ കൈകളാണ് താങ്ങിയിട്ടുള്ളത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, എൻ്റെ ഏട്ടൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്നും പറഞ്ഞ് വീണ്ടും പ്രീതി അങ്ങ് വിളിക്കുകയാണ്. തുടർന്ന് ശാലിനി എന്നങ്ങ് കരയുകയാണ്. അർജുനോടും ചോദിക്കുകയാണ്, എടോ ഇയാൾ വിവരവും കൂടുതൽ വിവരവും പഠിപ്പും ഒക്കെ ഉള്ള ആളല്ലേ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഡോക്ടർക്ക് ഒന്നും അറിയില്ല, കുറച്ച് വെള്ളം തളിച്ചാൽ ഇവളങ്ങ് എഴുന്നേറ്റ് വരും, അല്ലെങ്കിൽ ഇവളെ ഞാൻ എടുക്കാം, നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അർജുൻ്റെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങ് ബഹളം വയ്ക്കുകയാണ് വിഷ്ണു. ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങ് പ്രീതിയോട് പെരുമാറുകയാണ്. ഏട്ടൻ്റെ മോൾ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ പിടിച്ചങ്ങ് കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പ്രീതി മോളെ എഴുന്നേൽക്കെന്നും പറഞ്ഞ് പ്രീതി എഴുന്നേൽപ്പിക്കാനായിട്ട് വിഷ്ണു ശ്രമിക്കുകയാണ്. അന്നേരം തല അനങ്ങുമ്പോൾ അർജുൻ ഓടിച്ചെന്ന് പിടിക്കുകയാണ്. തുടർന്ന് ശാലിനി വിഷ്ണുവായിട്ട് അങ്ങോട്ട് മാറി നിൽക്ക്, ഡോക്ടർ തന്നെയാണ് പറഞ്ഞ് കൊണ്ടുപോകാൻ, ഈ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്നിങ്ങനെ ശാലിനി ഉച്ചത്തിൽ പറയുമ്പോൾ വിഷ്ണു ഒരു നിമിഷം അങ്ങ് ചിന്തിച്ച് അങ്ങ് കരഞ്ഞിരിക്കുകയാണ്. പ്രീതിയുടെ അടുത്തേക്ക് തന്നെ നിലത്ത് മുട്ടുകുത്തിരുന്ന് പ്രീതിയുടെ തലയിലൊക്കെ തലോടി അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ കരച്ചിലാണ്. ഈ സമയം പുറത്ത് നിന്ന് ഇങ്ങനെ തൻ്റെ പ്ലാൻ വിജയിച്ചു എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ഓടി അങ്ങ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സുസ്മിത ചെല്ലുകയാണ്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഷർട്ടിൻ്റെ കോളറിനെ ഇങ്ങനെ പിടിച്ചിട്ട്, പറ വിഷ്ണു ഏട്ടാ, എൻ്റെ രോഹിത്തിനെ കിട്ടിയോ എവിടെയെന്ന് പറ എന്നൊക്കെ അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിന് ചെറുതായിട്ട് ദേഷ്യം വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ ഇങ്ങനെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അന്നേരം ശാലിനിയും അർജുനും ശ്രദ്ധിക്കുകയാണ് വിഷ്ണു എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡേ വന്നിട്ടുള്ളൂ. ബാക്കി വരുമെങ്കിൽ ഇടാം. ഓക്കെ, താങ്ക്